ഞാൻ മനസ്സിലാക്കുന്നതോളം കേരളത്തില് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല പ്രശ്നം. ഒരു 35,000 രൂപ ശമ്പളം കിട്ടുന്നവന്റെ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റോ ഫിനാൻഷ്യൽ ബാലൻസോ നമ്മുടെ നല്ല ആൾക്കാർക്കുണ്ടോ? സ്കൂളിൽ തൊട്ട് നമ്മളെ നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, നല്ല ജോലി മേടിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനോ നല്ലൊരു ഫിനാൻഷ്യൽ ഈ പൈസ കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യണം നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഫാറ്റ് എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ഫാറ്റ് ഇല്ല നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫാറ്റ് നല്ലതാണ്. ഏത് ഫാറ്റാണ് നല്ലത്? ശരിക്കും റിട്ടയർമെന്റ് ചിന്തിക്കേണ്ടത് 60-ാമത്തെ വയസ്സിലല്ല, അല്ല 55-ാമത്തെ വയസ്സിലല്ല. നമുക്ക് ആദ്യത്തെ ജോലി കിട്ടുന്ന അന്ന് തൊട്ട് ചിന്തിക്കേണ്ടതാണ്. ബാങ്കിൽ ഒരു 150 കോടി രൂപയുണ്ട്, പക്ഷെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വൈകിട്ട് പോയില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്. കയ്യിൽ കുറച്ച് കാശ് കൂടുതലുള്ളവർക്ക് സ്റ്റോക്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് അസറ്റ്സിൽ വേണമെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? നോർമലി നമ്മളെ മൊത്തത്തിൽ അനലൈസ് ചെയ്യുന്നതാണ്. നമുക്ക് പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവും. സിമിലർ രീതിയിൽ കറന്റ്ലി ആ വ്യക്തിയുടെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അത് ഇൻകം ആകാം, എക്സ്പെൻസ് ആകാം, ലയബിലിറ്റി ആകാം, എല്ലാത്തിനും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അത് ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഏത് അസറ്റിനെ കുറിച്ച് പോകണം. അയാളുടെ ഒരു റിസ്ക് പ്രൊഫൈൽ ചിലപ്പോൾ 18 വയസ്സുള്ള 25 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആപ്പിറ്റേറ്റ് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കും. അതേസമയം 60s അല്ലെ 70s നിൽക്കുന്ന ഒരു ഹൈ റിസ്ക് ആപ്പിറ്റേറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഒരു റിസ്ക് ആപ്പിറ്റേറ്റ് ടെന്യൂർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, കാര്യം എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ മകളുടെ കല്യാണമായിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു നീഡ് അല്ലെങ്കിൽ ഗോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ അസറ്റ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഫിസിക്കൽ അസറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ബെയർ ലാൻഡ് ആയിരിക്കാം, ചിലപ്പോൾ മെറ്റൽസ് ആകാം, ഇക്വിറ്റി ആയിരിക്കാം, ഫിക്സഡ് പ്രോഡക്റ്റ് ആകാം. അത് ഓരോ നീഡുമായിട്ട് കണക്റ്റഡ് ആണ് അസറ്റ്സ്. അല്ലാതെ ഒരു പ്രീ ജഡ്ജ്ഡ് ആയിട്ട് ഇന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്ന അസറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. ഈ റിസ്ക് ആപ്പിറ്റേറ്റ് ചെയ്യുന്നത് എബോവ് 60 ആയിട്ടുള്ള ആൾക്കാരാണോ കമ്പാരിറ്റീവ്ലി? അതാ പറഞ്ഞപ്പോൾ മനുഷ്യന്റെ സ്വഭാവ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കും കാണിക്കുന്നുണ്ടാവുക. ഇപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ എക്സാമ്പിൾ എടുത്താൽ ഇന്ന് 86 ആണ്. അദ്ദേഹം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലും അദ്ദേഹത്തിനില്ല. എന്നാൽ സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും മാത്രമേ മേജർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അല്ലാതെ ഒരു ഫിക്സഡ് ഇൻകം തരുന്ന ഒരു പ്രോഡക്റ്റ് പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അതെനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ റിസ്ക് ആപ്പിറ്റേറ്റ്. അപ്പം അതേസമയം എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാര്യം ഒരു റിട്ടയർമെന്റ് ഏജിൽ ഒരു റെഗുലർ ഇൻകം കിട്ടാനായിട്ട് ഫിക്സഡ് ഇൻകം പോലത്തെ FDO അല്ലെങ്കിൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സ്കീമുകൾ പോലെയുള്ള ഫിക്സഡ് സേഫ് ആയിട്ടുള്ള അസറ്റ്സിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഡിഫറെന്റ് ആണ്, പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നുണ്ടാവും. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാരക്ടർ, ഇതെല്ലാം പോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റിലും അതേ സിറ്റുവേഷൻസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ റോബിൻ അബ്രഹാമിന് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ഏത് കാറ്റഗറിയിലുള്ളവരാണ്? എബോവ് 60 തന്നെയാണോ? അല്ല, ഞാൻ നോർമൽ രീതിയിൽ ഒരു ഇനീഷ്യൽ ലെവൽ പറയുവാണെങ്കിൽ യങ്സ്റ്റേഴ്സിനോടായിരിക്കും കൂടുതൽ റിസ്ക് എടുക്കാൻ പറയുന്നത്. കാര്യം അവർക്ക് ഒന്നിനെ കുറിച്ച് അറിയില്ല. അവിടെ ഇവിടെയും നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ബാക്കി കണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസിന്റെ ഐഡിയയിലായിരിക്കും അവർ ചിലപ്പോൾ സ്റ്റോക്സിലായിരിക്കാം അല്ലെങ്കിൽ ക്രിപ്റ്റോയിലായിരിക്കാം ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം മിക്കവാറും ആൾക്കാർ അവിടെ നിന്ന് കിട്ടിയ സെറ്റ് ബാക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളെപ്പോലെ ഒരാളെ കാണാൻ വരുന്നുണ്ടാവുക. അവരുടെ നോളജിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഇത് ചെയ്യുന്നുണ്ടാവും. പിന്നെ അവർക്ക് റിസ്ക് എടുക്കാൻ തന്നെ പേടിയുണ്ടാവും, പലപ്പോഴും കാശ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ നോർമലി നമുക്ക് യങ് ഏജ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും കുറച്ചുകൂടെ റിസ്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യം ഏത് അസറ്റിനും ഹൈ റിസ്ക് അസറ്റ് എടുത്താൽ, ഇപ്പോൾ പ്രോപ്പർട്ടി എടുത്താൽ ഒരു 2003 തൊട്ട് 2005 വരെ ഒരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ നോക്കിയാൽ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോപ്പർട്ടി വാല്യൂ കയറിയിട്ട് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ കൂടിയിട്ടുണ്ടാകാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്താലും ഓരോ കറക്ഷൻസ് വരാം. കറക്ഷൻസ് കഴിഞ്ഞ് റിക്കവർ ചെയ്യുന്നുണ്ട്. കോവിഡിന്റെ സമയത്ത് 28% മാർക്കറ്റ് കറക്റ്റ് ചെയ്തു, പക്ഷെ 6 months കൊണ്ട് അത് റിക്കവർ ചെയ്തു. ഇപ്പം മെറ്റൽസ് എടുത്താൽ ഇപ്പം നമ്മളറിയാം, ഇപ്പം ഏറ്റവും ടോക്ക് ഉള്ള ഇത് സിൽവറും ഗോൾഡും ആണ്. പക്ഷെ ഒരു ലാസ്റ്റ് 2 years 3 years ബിഫോർ സിൽവർ ആൻഡ് ഗോൾഡ് റിട്ടേൺ ഇല്ലായിരുന്നു. ആക്ച്വലി നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് മാത്രമേ ഉള്ളായിരുന്നു, റിട്ടേൺ ഇല്ലായിരുന്നു. പക്ഷെ റിട്ടേൺ ഇല്ലാന്ന് വെച്ചാൽ നോമിനൽ റിട്ടേൺ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇന്നിപ്പോൾ സിൽവർ മോർ ദാൻ 100% അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആനുവൽ റിട്ടേൺസിലേക്ക് സിൽവർ തന്നിട്ടുണ്ടെങ്കിൽ ഏത് അസറ്റ്സിനും ഓരോ സൈക്കിളുണ്ട്. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരാളെ സംബന്ധിച്ച് അസറ്റ് അലോക്കേഷനാണ്. ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എവിടെയൊക്കെ അസറ്റ്സിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു.
ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ലാസ്റ്റ് 1 year സിംഗിൾ ഡിജിറ്റ് റിട്ടേൺ ആണ്. ചെറിയ സ്മോൾ ക്യാപ് എന്നൊക്കെ പറയും, ചെറിയ കമ്പനികളുടെ മൈനസ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. അതേസമയം ഗ്ലോബൽ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സൗത്ത് കൊറിയ 75% ആണ് തന്നെ, US 20% എന്നുള്ള ഓരോ കൺട്രീസ് എടുക്കുകയാണെങ്കിൽ ബാക്കി പല മേജർ കൺട്രീസും ഡബിൾ ഡിജിറ്റ് റിട്ടേൺ തന്നപ്പം ലാസ്റ്റ് ഇയർ ഇന്ത്യ സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പം ഈവൻ നമ്മൾ മേളിലായിട്ടും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാര്യം ഇന്ത്യ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഗ്രോയിങ് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് കൺട്രി ഒക്കെ. പക്ഷെ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഈവൻ കൺട്രി വൈസ് പോലും ചെയ്യുന്ന നല്ലതാണ്. ഡോക്ടർ, ഈ ഫിസിക്കൽ ആൻഡ് വെൽത്ത് ഇതിന്റെ ഒരു കണക്ഷൻ എന്ന് പറയാം. ഫിസിക്കൽ ഇപ്പോ ഈ പറഞ്ഞില്ലേ ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് ആണല്ലോ, അല്ലെ ഫിസിക്കൽ ആൻഡ് വെൽത്ത് ആണ് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. കാരണം രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് നമ്മൾ തമാശയ്ക്ക് പറയത്തില്ലേ, ബാങ്കിൽ ഒരു 150 കോടി രൂപയുണ്ട്, പക്ഷെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വയറ്റിന്ന് പോയില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ കുറെ പൈസ കാണും, പക്ഷെ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ നാളായിട്ട് കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ വളരെ ചെറിയ ഉദാഹരണങ്ങളാണെങ്കിൽ പോലും അപ്പൊ പൈസ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് ഇപ്പുറത്ത് നമ്മൾ നല്ല ഹെൽത്തി ആണ്, നമ്മൾ അത്യാവശ്യം ഡയറ്റൊക്കെ നോക്കുന്നുണ്ട്, നമുക്ക് വേറെ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ഇന്ന് 2026 പൂർത്തിയാവുന്നില്ല. ഫോർ ക്യാഷ് വി നീഡ് ക്യാഷ് എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ അവർക്ക് ആരോഗ്യം നഷ്ടമാവുന്നില്ല, ആരോഗ്യം അവർ സംരക്ഷിക്കുന്നില്ല. പിന്നീട് അത് ആരോഗ്യം നഷ്ടമാകുമ്പോഴാണ് ആ സമ്പാദിച്ച പൈസ മൊത്തം എടുത്ത് നമ്മൾ ഇതിനുവേണ്ടി വിനിയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് രണ്ടും ആളുകൾക്ക് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കാം എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നത്. കാരണം ഇത് രണ്ടും ആളുകൾ ഒരുപോലെ മനസ്സിലാക്കണം, രണ്ടിന്റെയും പ്രാധാന്യം അതുപോലെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിലൊക്കെ ആൾക്കാർ ഈ പറഞ്ഞ വെൽത്ത് മാനേജ്മെന്റിൽ കുറച്ചുകൂടെ അവെയർ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോ പറഞ്ഞില്ലേ, നേരത്തെ ഒരു ചോദ്യമുണ്ട്, SIP ആണോ സ്റ്റോക്ക് മാർക്കറ്റിംഗ് പോണോ, അല്ലെങ്കിൽ SIPയുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കിയ സമയം എനിക്കൊന്ന് ഈ പോസ്റ്റ് കോവിഡ് ആണ്. ഡിജിറ്റൽ മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ കൂടുതലുള്ള വരവ്, ഓൺലൈൻ ഈ പറയുന്ന നല്ലതും ചീത്തയും ഉണ്ട് അതിനകത്ത്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു അവയർനെസ് വലിയ രീതിയിൽ പ്രാധാന്യമുണ്ട്. അപ്പം ഈ ഫിസിക്കൽ ആൻഡ് വെൽത്ത് എന്നുള്ളത് രണ്ടും ഒരുപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ ഒരു ഹാപ്പിനെസ് എന്നുള്ളൊരു കാര്യം വരുന്നത്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഞാനൊക്കെ മനസ്സിലാക്കുന്ന ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്നുള്ളത് ലൈഫിന്റെ ഹാപ്പിനെസ് ആണ്. ഈ ഹാപ്പിനെസ്സിന് ഈ 2 പോയിന്റ് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്ത ആരോഗ്യവും സമ്പത്തും കറക്റ്റ് ആണല്ലോ. ആരോഗ്യവും സമ്പത്തും ആണ് നമ്മൾക്ക് ഏറ്റവും വലിയ നമ്മളുടെ ഒരു ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, ആരോഗ്യം മാത്രം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പി ആവുന്നില്ല, നമ്മളുടെ അക്കൗണ്ടിൽ കുറെ പൈസ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പി ആവുന്നില്ല എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും ആൾക്കാർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, വളരെ ലളിതമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇതിനെ എങ്ങനെ നമുക്ക് ഒരുമിച്ചാക്കാം എന്ന് തോന്നുന്നത്. പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അപ്പം ആരോഗ്യവും വേണം എന്നുള്ളതാണ്. അതെ, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഞാൻ ഈ തോട്ട് പ്രോസസ്സ് ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ കാര്യം, ഇപ്പൊ ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളിപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ 80s എബോ ആണ്, ഏകദേശം 82 എബോ ആണ് ആവറേജ് ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു സമയം. പണ്ടത് 60s-ലും 65-ലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് ഇപ്പൊ ഇന്ന് മെഡിക്കൽ സിറ്റുവേഷൻസ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ഡെക്കേഡ് എടുത്തു പോയി കഴിഞ്ഞാൽ 3-4 വർഷം വെച്ച് ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പീരീഡിനേക്കാളും കൂടുതൽ ഇന്ന് വർക്ക് ചെയ്യാത്ത പീരീഡ് വരാൻ പോവാണ്. ഓൾറെഡി ആയിക്കഴിഞ്ഞു. കാര്യം ഇന്ന് എൻ്റെ ഫാദറിന് 86 ആണ്, മദറിന് 80 ആണ്, സ്റ്റിൽ അവർ ഹെൽത്തി ആണ്. അപ്പം ഇനിയും ഒരു 10 years 15 years ഒക്കെ പോസിബിലിറ്റി ഓരോ മനുഷ്യനുണ്ട്. കാര്യം നമ്മൾ ഇന്ന് ഓരോരുത്തരുടെ ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാര്യം ഏജ്ഡ് ഗ്രൂപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ മസിൽ സ്ട്രോങ് ആയിട്ടിരിക്കുക, പ്രോപ്പർ ഹെൽത്തിൽ നിൽക്കുക. പൈസ ഇവരെ സംബന്ധിച്ച് ആ സമയത്ത് ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട കാര്യമുണ്ട്. കാര്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരിടത്ത് 2 സെർവൻറ്റ് വേണ്ടി വരുന്നുണ്ടാവും, ചിലപ്പം ഒരു ഡ്രൈവർ വേണ്ടി വരുന്നുണ്ടാവും. അങ്ങനെ എക്സ്പെൻസുകൾ നമ്മൾ ചിന്തിക്കാത്ത എക്സ്പെൻസ് ആണ് നമുക്ക് ഒരു റിട്ടയർമെന്റ് പീരീഡിൽ വരുന്നുണ്ടാവും. അപ്പം അവിടെ ഇപ്പം ശരിക്കും റിട്ടയർമെന്റ് ചിന്തിക്കേണ്ടത് 60-ാമത്തെ വയസ്സിലല്ല, അല്ല 55-ാമത്തെ വയസ്സിലല്ല, നമുക്ക് ആദ്യത്തെ ജോലി കിട്ടുന്ന അന്ന് തൊട്ട് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോഴേ നമ്മൾ കൊച്ചിനെ കുറിച്ച് ചിന്തിക്കുന്ന എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തൊട്ട് തുടങ്ങേണ്ടതാണ് ചിന്തിക്കണം. അവർ ചിന്തിക്കേണ്ട ഇപ്പോഴേ റിട്ടയർമെന്റ് ചിന്തിച്ചാൽ വളരെ ചെറിയ എമൗണ്ട് വെച്ച് അവർക്ക് അവരുടെ കോർപ്പസുകൾ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പാരലി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ഈ കാശ് കൊണ്ടൊരു കാര്യമില്ല. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഡോക്ടർ പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യം ചിന്തിക്കുന്നത് പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം നേരത്തെ തന്നെ. അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. അതെ, ഞാൻ ഇപ്പൊ എക്സ്പെഷ്യലി റിട്ടയർമെന്റ് പീരീഡിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഈ പൈസ അവർ നേരത്തെ അതിനുള്ള കോർപ്പസ് നേരത്തെ കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം രണ്ട് രീതിയിലുള്ള അവയർനെസ് വേണം. ഒന്ന് ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് പ്രോപ്പറായിട്ട് വേണം, ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു വലിയൊരു കാലഘട്ടം അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിലുള്ള ജീവിതം മാത്രമല്ല, അത് ചിലപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളപ്പം ചിലപ്പോൾ ഫൈറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഒരു ആഫ്റ്റർ 60s നമ്മളൊരു ചിലപ്പം നമ്മുടെ പേര് നഷ്ടപ്പെട്ടു തുടങ്ങും, കാര്യം ബ്രാൻഡ് പോയി തുടങ്ങും, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മരിച്ചു തുടങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, നമ്മുടെ ഹെൽത്ത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് പൈസയും കൂടി ഇല്ല. പണ്ട് മക്കൾ നോക്കുമായിരുന്നു, ഇന്ന് ന്യൂക്ലിയർ ഫാമിലി സിറ്റുവേഷനിലേക്ക് മാറി. ഇന്ന് പേരൻസിനെ മക്കള് CCTV കൂടെ കാണുന്നുള്ളൂ, അല്ലാതെ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഒത്തിരി എനിക്ക് ഇഷ്ടംപോലെ പേരൻസ് ഫണ്ട് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന എൻ്റെതായിട്ടുള്ള ക്ലയൻസുകൾ എനിക്കറിയാം. അവർ എക്സ്പെക്ട് ചെയ്തിരുന്നു മക്കള്, പക്ഷെ ഇന്ന് പല കാരണത്താലില്ല. അപ്പം ഒരു വളരെ രണ്ടും കമ്പൈൻഡ് ആയിട്ട് നിന്നാൽ മാത്രമേ ഈ ലോങ്ങർ പീരീഡ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. റിട്ടയർമെന്റ് കാലത്തിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ റിട്ടയർമെന്റ് കാലത്തിലേക്ക് ആരോഗ്യത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യം എന്താ അറിയോ, ഇത് രണ്ടിലും ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോ ഈ റോബിൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമില്ലേ, അതായത് നമ്മളൊരു 55 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ് നമ്മളുടെ ലൈഫ്, വെൽത്ത്, ഒരു പ്രോപ്പർ റിട്ടയർമെന്റ് വേണമെങ്കിൽ നമ്മൾ ഈ 20ാമത്തെ 25ാമത്തെ 30ാമത്തെ വയസ്സിൽ ചെറിയ പ്രിപ്പറേഷൻസ് എടുത്താൽ മതി. റൈറ്റ്. ഇപ്പൊ ഒരു 150 രൂപയോ 200 രൂപയോ 1000 രൂപയോ 2000 രൂപയൊക്കെ വെച്ച് നമ്മളൊരു മാസമോ ഒരാഴ്ചയൊക്കെ മാറ്റി വെക്കാൻ പറ്റിയാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തെ ഒരു റിട്ടയർമെന്റ് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. സെയിം ആണെന്ന് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയം, നമ്മൾ ഡെയിലി ചെയ്യേണ്ട എക്സസൈസുകൾ, ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ, ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില ഭക്ഷണങ്ങൾ, പ്ലേറ്റിലുണ്ടാവേണ്ട ബാലൻസുകൾ, ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. അപ്പൊ ഈ ഒരു ചെറിയ കാര്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈ HbA1cയും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യുമ്പോൾ ഡയബറ്റിക് ഉണ്ട് എന്ന് അറിയാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡയബറ്റിക് ആവാൻ സാധ്യത ഉണ്ടോ എന്ന് കൂടി അറിയണം എന്നുള്ളതാണ്. അപ്പോ ഇതൊരു നേരത്തെ ഉള്ള നമ്മളുടെ ഈ 30, 35, 40 വയസ്സുള്ള ബിസിനസ് ഓണേഴ്സിനോടൊക്കെ നമ്മളിത് പറയുന്നത് ചെറിയ ചില ചേഞ്ചുകൾ കൊണ്ടുവരാനാണ് പറയുന്നത്. ചെറിയ ചില ചേഞ്ചുകൾ ഹെൽത്തിലും വെൽത്തിലും ചെറിയ ചേഞ്ചുകൾ. അതായത് ഇപ്പോ നമുക്ക് പണ്ട് SIP എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ SIP എന്നൊരു കൺസെപ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമ്മളുടെ മുമ്പുള്ള ജനറേഷനൊക്കെ വലിയൊരു അസറ്റിലേക്ക് പോയേനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ വളരെ റീസെന്റ് ആണ് നമ്മൾ അറിയുന്നത്. എല്ലാ മാസവും 5000 രൂപ കൊടുക്കുക, അല്ലെ 10000 രൂപ കൊടുക്കണം. നമ്മളുടെ മൈൻഡിൽ എന്താണ്, ബാങ്കില് എന്റെയൊക്കെ മൈൻഡിലുള്ള കാര്യം, എനിക്ക് 28 വയസ്സാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ബാങ്കിൽ കോടിക്കണക്കിന് രൂപ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരു സേവിങ്സ് ഒക്കെ തുടങ്ങേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കി. അതിൽ നിന്ന് വ്യത്യസ്തമായത് അല്ല, അങ്ങനെയല്ല. നമ്മൾ എല്ലാ ദിവസവും നമ്മൾക്ക് കിട്ടുന്നതിന് ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് വേണം. ഈവൻ നമ്മുടെ ലോൺ അടയ്ക്കുന്നതിനോടൊപ്പം നമുക്കൊരു എമൗണ്ട് സേവിങ്സും കൂടെ മാറ്റി വെക്കണം എന്നൊരു കൺസെപ്റ്റിലോട്ട് വന്നു. അതുപോലെ നമ്മൾക്ക് ചെറിയ ചില ചേഞ്ചുകൾ ഈ പറയുന്ന ആരോഗ്യമുള്ള സമയത്ത്, വരുമാനമുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണ് ഈ പറയുന്ന വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ വലിയൊരു ഫ്യൂച്ചർ ഓറിയന്റഡ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനൊക്കെ ചെയ്യാം, അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് രണ്ടും വേണം. അതുകൊണ്ടാണ് രണ്ടും വേണം. അപ്പം ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത്, മെന്റൽ ആയിട്ടുള്ള ഹെൽത്ത്, അതിനോടൊപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത്. ഇപ്പം റോബിൻ ചേട്ടനാണ് അതിന് കൂടുതൽ പറയേണ്ടത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതോടെ കേരളത്തില് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല പ്രശ്നം. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടില് കൂലിപ്പണിക്ക് വിളിക്കുന്ന ആളാണെങ്കിലും, പെയിന്റിങ്ങിന് വിളിക്കുന്ന ആളാണെങ്കിലും, കാർപ്പൻറ്റർ ആണെങ്കിലും, ഇവർക്കൊക്കെ എല്ലാ ദിവസവും ജോലിയുണ്ട്. നമ്മൾ ഇന്ന് വിളിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് വരാം സാറേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ആഴ്ച പണിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അവർക്ക് ഒരു ദിവസം 1200 രൂപ വെച്ച് കിട്ടുന്ന ഒരു മാസം 30,000, 35,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരാണ് ശരാശരി മലയാളികൾ എല്ലാവരും എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു 35,000 രൂപ ശമ്പളം കിട്ടുന്നവന്റെ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റോ ഫിനാൻഷ്യൽ ബാലൻസോ നമ്മുടെ നല്ല ആൾക്കാർക്കുണ്ടോ? ഇല്ല.
ഉണ്ടോ? അല്ല, ഇപ്പൊ നമ്മള് ഏറ്റവും നോക്കേണ്ട കാര്യം ഇപ്പൊ ഡിജിറ്റൽ രീതിയിൽ നടക്കുന്ന ഫ്രോഡുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവയർനെസ് ഇല്ലാത്തതിന്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഫിനാൻഷ്യൽ കാര്യം ഇപ്പം എന്തോരം ആൾക്കാർ എത്ര കോടി രൂപകളാണ് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൈസയെ എവിടെ ചെയ്യണമെന്ന് അറിവില്ലാത്തതാണ് പ്രശ്നം. അപ്പം നമ്മൾ വേണ്ടാത്ത പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ അറിവില്ലാത്ത പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പലരും പെട്ടുപോകുന്നു. അതോടുകൂടി അവർ ഒരു വലിയ ക്രൈസിസിലേക്ക് വരുവാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ ഹെൽത്ത് ഡിറ്റീരിയേറ്റ് തുടങ്ങുന്നുണ്ട്. കാര്യം മെന്റൽ സ്ട്രെസ് വരുന്നുണ്ടാവും, പ്രോപ്പർ ഫുഡിങ് നടക്കുന്നുണ്ടാവും, ഭക്ഷണ രീതികൾ ഉണ്ടാകത്തില്ല. കാര്യം നമുക്ക് ലൈഫിനോട് ഒരു പ്രത്യേകിച്ച് ഇനി ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, കാര്യം എനിക്ക് ഇത്രയും പൈസ ഇനി ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല, കാര്യം അത്രയ്ക്കായിരിക്കും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. അപ്പം ഞാൻ പറയുന്നത് ചെറിയ ഇപ്പം ഓൺട്രപ്രണേഴ്സ് മാത്രമല്ല, ഈ സ്കൂളിൽ തൊട്ട് നമ്മളെ നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, നല്ല ജോലി മേടിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനോ നല്ലൊരു ഫിനാൻഷ്യൽ ഈ പൈസ കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യണം നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പം ഓക്കെ, നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു ഷെയർ മേടിക്കുമ്പം ഈ വില കൂടുതലാണോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ആരും മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വാല്യൂ കൂടുതലാണെന്ന്. അതേസമയം മീൻ മേടിക്കാൻ, നന്മീൻ മേടിക്കാനോ മത്തി മേടിക്കാൻ പോകുമ്പോൾ ചോദിക്കും വില കൂടുതലല്ലെന്ന് അവരോട് ഒന്ന് ചോദിക്കും നമ്മൾ, എന്നിട്ടാണ് നമ്മൾ മേടിക്കത്തുള്ളൂ. ഇപ്പം ഇത് മേടിച്ചേ ആരോ ഒരാൾ അവിടെ ഇരുന്ന് പറയുന്നു അന്നാ അത് മേടിച്ചേരെ, ഇത് മേടിച്ചേരെ എന്ന്. അത് എത്രമാത്രം വിവരമുള്ള ഒരാളാണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല പലപ്പോഴും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏത് സോഴ്സിൽ നിന്നാണ് ഇൻപുട്ട് കിട്ടുന്നുള്ളത്. അത് ഹെൽത്തിന്റെ ആയിക്കോട്ടെ വെൽത്തിന്റെ ആയിക്കോട്ടെ, രണ്ടിനെ സംബന്ധിച്ചും. വേറൊരു ഡൗട്ട് കിട്ടെ, ഈ ഇപ്പൊ എൻ്റെ കൂടെയുള്ള ചില ഡോക്ടേഴ്സൊക്കെ പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഈ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പം ഈ യൂട്യൂബിൽ കൂടെ വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ചില ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഈ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഇപ്പോൾ ഞാൻ ക്രൂസിലാണ് വർക്ക് ചെയ്ത് തിരിച്ചു വന്നു, അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും റിസ്ക് എലമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു സേഫ് ആണോ? സ്വന്തമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നു. അതെ, അല്ല, നമ്മുടെ ആള് സ്റ്റഡീഡ് ആണ് എങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നുവെച്ചാൽ പക്ഷെ ഇതിനകത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഞാനിപ്പോ ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ എനിക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, ചികിത്സ എനിക്ക് തന്നെ ചെയ്യാം, മനസ്സിലാക്കി ഇപ്പൊ എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ടാവും ഇന്ന മെഡിസിൻ ഇന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞ്. അത് നോളജാണ്, അത് ട്രീറ്റ്മെന്റ് ആണ്. അതേസമയം എനിക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് സജഷൻ മേടിച്ച് എന്റെയും കൂടി ഒരു ഐഡിയയും കൂടെ വെച്ചിട്ട് അതിനെ ആ ട്രീറ്റ്മെന്റിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. ഇപ്പം എന്റെ രീതിയിൽ എപ്പോഴും ബെറ്റർ ഓപ്ഷൻ ഞാൻ ഡോക്ടറെ കാണുന്നത് തന്നെ ആയിരിക്കും. സ്വന്തമായിട്ട് ചികിത്സിച്ച് ഒരു ചിലപ്പോ നന്നായിട്ട് പോകാം, ഞാൻ പറയാം ചിലപ്പോ നന്നായിട്ട് പോകാം, അല്ല ചിലപ്പോ ചില ട്രീറ്റ്മെന്റ് ചിലപ്പോൾ നന്നായിട്ട് പോകാം. പക്ഷെ ഒരു ഭൂരിഭാഗം ട്രീറ്റ്മെന്റും നമ്മൾ വേറെ നമുക്കറിയില്ലല്ലോ. ഈ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഗ്യാസിന്റെ പ്രശ്നത്തിന് ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ ഗ്യാസ് ടാബ്ലറ്റ് അതായിരിക്കില്ല ഇഷ്യൂ. റീൽസ് ഡോക്ടർമാരുണ്ടല്ലോ, റീൽസ് ഡോക്ടർമാരുള്ളത് പോലെ തന്നെ റീൽസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി. ഇന്നിപ്പോ നമ്മുടെ ഇപ്പൊ ഒരു യങ് ജനറേഷൻ ഒരു 5-6 ടൈംസ് നമ്മളെക്കാളും എന്റെയൊക്കെ ഏജിനേക്കാളും കൂടുതൽ ഇൻപുട്ട് അവർക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. കറക്റ്റ്. അപ്പൊ അതുപോലെ ഡാറ്റയാണ്. പിന്നെ അത് ഡാറ്റ ഏതാണ് കറക്റ്റ്, ഏതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ക്രിയേറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ആൾക്കാരെ അവിടെ കാണുന്നു, ഒരിടത്ത് സ്ട്രൈക്ക് ചെയ്യുന്നു, അത് ജെന്യുവിനാന്ന് ഫീൽ ചെയ്യുന്നു, അതിലേക്ക് പോകുന്നു. അത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടും എനിക്ക് മുകേഷ് അംബാൻ, നാരായണമൂർത്തി പറഞ്ഞിട്ടുമൊക്കെ 23,000 രൂപ വെച്ച് കാശ് കൊടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. നമ്മൾ എന്റെ ക്ലയൻസ് തന്നെ ഞാൻ ഡിലേ ആയിപ്പോയി മെസ്സേജിന്, അത് AI വെച്ച് ക്രിയേറ്റഡ് ആണ്, AI വെച്ച് ക്രിയേറ്റഡ് ആയിട്ടാണ്. പക്ഷെ ആൾക്കാര് നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, അത് ഗ്രീഡ് എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യന്റെ, അതുകൊണ്ടാണ് ഈ ഒരു നമുക്ക് ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു എക്കണോമിക്ക് ഗ്രോ ചെയ്യാവുന്നൊരു പെർസെൻറ്റേജ് ഉണ്ട്. ഇതിന് 100% കിട്ടും അല്ലെങ്കിൽ 50% റിട്ടേൺ കിട്ടും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു 50 തവണ ആലോചിക്കണം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതേസമയം ഇതിലൊരു 12-15% കിട്ടാം, അല്ലെങ്കിൽ 8% ആണ് കിട്ടും. റീസണബിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരും ഹൈ എക്സ്പെക്ടേഷൻ വെക്കും. നോർമൽ രീതിയിൽ കിട്ടാവുന്ന ഒരു ആക്ച്വൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ
ഇൻഫ്ലേഷൻ പ്ലസ് നോമിനൽ നമ്മളെ ഇൻഫ്ലേഷൻ പ്ലസ് GDP ആണ്. അപ്പം ഒരു ഇപ്പോഴത്തെ രീതി പറയുകയാണെങ്കിൽ 10% മേളിലാണ് ആക്ച്വലി റിട്ടേൺ പറഞ്ഞാൽ. ഇപ്പൊ ആൾക്കാർ 30-50 ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതേ കിട്ടിയില്ലെങ്കിൽ മാനസിക പ്രശ്നമാണ്. പക്ഷെ ഒരു 12-15%, 12-18% വെരി ഗുഡ് റിട്ടേൺ എടുക്കുവാണെങ്കിൽ, ബാക്കിയുള്ള അസറ്റ്സുമായിട്ട് വെക്കുവാണെങ്കിൽ. ഇനി ഈ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഈ നമ്മൾ കുഞ്ഞു കുഞ്ഞു പൈസ സേവ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഹെൽത്തിലും നമ്മൾ ചെറുതായി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് അന്നേരം അറിയാൻ പറ്റുമെന്നുള്ളത്. ഇതെങ്ങനെയാണ് ഈ ഫിനാൻസും ഹെൽത്തും കൂടെ നിങ്ങൾ രണ്ടുപേരോട് ചേർന്ന് എന്താണ് ഒരു കമ്പൈൻഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ഈ പ്ലാൻ ഒന്ന് പറയാമോ? ലസി, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. അതിപ്പോ ആൾക്കാർക്ക് അറിയാം പല കാര്യങ്ങളും. ഇപ്പം ഞാനും റോബിൻ ചേട്ടനും കൂടെ ഒരു 3 to 4 hours ഒരു വർക്ക്ഷോപ്പാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന വർക്ക്ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇന്ന് വരെ അറിയാത്ത ഒരു പുതിയ കാര്യങ്ങൾ ഈ 4 മണിക്കൂർ പറഞ്ഞു തരുന്ന ഒരു വാഗ്ദാനം നമുക്ക് കൊടുക്കാനില്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ പലപ്പോഴും അറിഞ്ഞിട്ടുള്ള എന്നാൽ നിങ്ങൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പൊ എൻ്റെ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏർലി ഡിന്നർ കഴിക്കണം. നമ്മളെല്ലാവരും വീടുകളിൽ കേട്ടുള്ളതാണ്, സൂര്യാസ്തമയ സമയത്തെങ്കിലും നമ്മൾ ആഹാരം കഴിക്കണം. അല്ലെങ്കിൽ 7 മണിക്കെങ്കിലും. എന്തുകൊണ്ട് കഴിക്കണം? എന്തിന് കഴിക്കണം? എന്തുകൊണ്ട് കഴിക്കണം? അതൊരു ചോദ്യമല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഏർലി ഡിന്നർ കഴിക്കേണ്ടത്? എത്ര മണിക്കാണ് ഐഡിയലി കഴിക്കാൻ പറ്റുന്നത്? രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്കാണ് കഴിക്കേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയാണ് ബേസിക്കലി കണ്ടന്റ് ഉണ്ടാവേണ്ടത്? ഇപ്പൊ ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പ്രോട്ടീൻ ഉണ്ടാവണം, നല്ല ഫാറ്റ് ഉണ്ടാവണം, ഈ പറഞ്ഞ പോലെ ഫൈബർ ഉണ്ടാവണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഈ ഫാറ്റ് ശരിക്കും നല്ലതാണ് ചീത്തയാണ്? ചോദ്യമാണല്ലോ. ഇടയ്ക്ക് ഫാറ്റ് ഫ്രീ ഡയറ്റ് എന്നായിരുന്നു പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഫാറ്റ് ഫ്രീ ഡയറ്റ് എന്നുള്ള സംഭവമേ ഇല്ല. കാരണം ഫാറ്റ് എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ഫാറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫാറ്റ് നല്ലതാണ്. ഏത് ഫാറ്റാണ് നല്ലത്? അത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥലം ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നല്ലതാണ്. അതിനെ എങ്ങനെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റും? ഇതാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പും 1/2 മണിക്കൂർ ശേഷവും വെള്ളം കുടിക്കണം. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഇത് 3 നമ്മുടെ നാട്ടിലുള്ള മിത്തുകളാണ്. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു സിസ്റ്റം വേണമല്ലോ. അതാണ് നമ്മൾ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ ആൾക്കാർ പറയുന്ന ഒരു കാര്യമില്ല, ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഡയറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കേട്ടിട്ടില്ലേ? ഞാൻ എൻ്റെ 102 കിലോയിൽ നിന്ന് 78 കിലോ ആയ വെയിറ്റ് ലോസ് ജേർണി നടത്തിയത് യാത്ര ചെയ്തുകൊണ്ട് തന്നെയാണ്. ഞാൻ മാസത്തിൽ 25 ദിവസവും യാത്ര ചെയ്തുകൊണ്ടാണ് ആ വെയിറ്റ് ലോസ് ജേർണി നടത്തിയത്. അപ്പോൾ നമുക്ക് ഈ യാത്രയിൽ എങ്ങനെ, നമ്മുടെ ബിസി ലൈഫിൽ എങ്ങനെ ഹെൽത്ത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആ കൺസെപ്റ്റ്. അതുപോലെ തന്നെയാണ് റോബിൻ്റെ. ഞാനും എൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഞാൻ ഡോക്ടറെ അടുത്ത് ഞാൻ കൺസൾട്ട് ചെയ്യാറുണ്ട്. കാര്യം ഞാനും ഒരു സമയത്ത് സ്പോർട്സും ഷട്ടിലും പക്ഷെ നിർത്തി. ഒരു 2 വർഷം നമ്മൾ സെയിം ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് പോകുന്നത്. വർക്കൗട്ട് ഇല്ല, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തു. ആ സമയത്ത് നമുക്കൊരു കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. നമ്മുടെ ഫുഡിൻ്റെ കുറയ്ക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തണം. കാര്യം നമുക്കറിയാം പ്രായമാകുമ്പോൾ മുട്ടുവേദന വരുമെന്നറിയാം. പക്ഷെ വെയിറ്റ് കൂടുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് ഇത് ഇടയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിക്കാനുണ്ടാകുക, ഇത് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. എനിക്കൊന്ന് ഈ തോട്ട് പ്രോസസ് ചിന്തിക്കാൻ കാര്യം ഞാൻ തന്നെ അവിടെ അവരുടെ ഒരു 1 വീക്കോളം ഞാൻ അവിടെ നിൽക്കുകയുണ്ടായി. കാര്യം ഒന്ന് റിഫ്രഷ് ചെയ്യും, മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഇത് ചെയ്യാം. അപ്പം കാര്യം പൈസ കൊണ്ട് മാത്രമാകുന്നില്ല കാര്യം. ഹെൽത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ അപ്പോഴാണ് എല്ലാവരും നോർമലി സംഭവിക്കുന്നത് വെച്ചാൽ പൈസയുടെ പുറകെ ഓടും ആദ്യമേ, പിന്നെ ഈ പൈസ വെച്ച് ഹെൽത്തിൻ്റെ പുറകെ ഓടും. ഇതാണ് ഒരു സൈക്കിൾ, ഒരു മനുഷ്യൻ്റെ നോർമൽ സൈക്കിൾ. ഈ സൈക്കിള് കറക്റ്റായിട്ട് ഒരേപോലെ ഓടാം. അതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം. ഒരു പാരലി എങ്ങനെ ഓടിച്ചു പോകാം. ഒരു 100 മീറ്റർ മുന്നോട്ട് പോയി 100 മീറ്റർ പുറകോട്ട് പോകുന്നേക്കാളും നല്ല ഒരുമിച്ചിരുന്ന ഒരു 200 മീറ്റർ മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ബേസിക്കലി. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഹെൽത്ത് വൈസ് ഇപ്പൊ ഞാൻ വെയിറ്റ് വെക്കാൻ എളുപ്പമായിരുന്നു.
ഇപ്പൊ പറഞ്ഞ പോലെ ഡോക്ടർ 20 കിലോ കുറച്ചു, അല്ലെങ്കിൽ ഡോക്ടർ ഞാൻ ഒരേ വെയിറ്റിൽ നിന്നായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതാ ഒരു മാനസിക സ്ഥിതിയും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ടുണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ മാനസിക സ്ഥിതി പോലെ തന്നെ നമുക്ക് ആ കൾച്ചർ അല്ലെ ആ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത്, അതിനൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും വേണ്ടിയതായിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചിലപ്പം സാധിച്ചെന്ന് വരത്തില്ല. ഒരു ഗൈഡൻസ്, സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്തിന്. ഒരേ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ സമ്പത്ത് മാനേജ് ചെയ്യാം, അതേപോലെ തന്നെ ഒരേ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആരോഗ്യം മാനേജ് ചെയ്യാം. ആരോഗ്യം എങ്ങനെ നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് ഡോക്ടർ അഭിജിത്തും റോബിനും വീണ്ടും വരും. ദിസ് ടോക്ക് ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്.